to please mark your attendance now. In our previous class, we have studied about the different types of insects. Okay, we have studied about the different types of insects. Korre insectകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലേ? What is insect? What is insect? Aiden G. Matthew, what is insect? എന്താണ് insect? പ്രാണികൾ അല്ലേ? സ്മോൾ ആനിമൽസ് വി കോൾഡ് ഇൻസെക്ട്. സ്മോൾ ആനിമൽസ് ചെറിയ ജീവികൾ അല്ലെ, ചെറിയ പ്രാണികൾ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? വി കോൾഡ് ഇറ്റ് insect. Okay, we have studied about different types of insect. Okay, butterfly, beetle, wasp, ant, grasshopper, honeybee, housefly, dragonfly, mosquito, ladybug, cockroach, bug. These are insects. Okay, ഇതൊക്കെ ഇൻസെക്റ്റുകളാണല്ലേ? ബട്ടർഫ്ലൈ, ചിത്രശലഭം അല്ലെ, പൂമ്പാറ്റ എന്നൊക്കെ നമ്മൾ പറയും. ഇതെന്താണ്? ഇൻസെക്റ്റ് ആണ്. അതൊരു ഇൻസെക്റ്റ് ആണ് അല്ലെ, ചെറിയ ജീവിയാണല്ലേ, ചെറിയ പ്രാണിയാണ് ബട്ടർഫ്ലൈ. Then beetle, beetle ഉണ്ട് അല്ലേ? beetle. wasp, ant, grasshopper, ഇതൊക്കെ നമ്മള് നമ്മുടെ മുൻപത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഗ്രാസ്ഹോപ്പറും ഹണിബിയും ഒക്കെ നമ്മൾ പറഞ്ഞതല്ലേ? യെസ്. ഓക്കെ, then butterfly, beetle, wasp, ant, grasshopper, honeybee, housefly, dragonfly, mosquito, ladybird, cockroach, bug. Okay, these are insects. ഇതൊക്കെ ഇൻസെക്റ്റുകളാണ്. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഫ്ലവേഴ്സിനെ കുറിച്ചാണ് അല്ലെ? ഡിഫറെന്റ് ഫ്ലവേഴ്സ്. ഓക്കെ, ഫ്ലവേഴ്സ് നെക്സ്റ്റ് പേജിൽ നോക്കാം അല്ലെ? കൊറേ ഫ്ലവേഴ്സിന്റെ പിക്ചേഴ്സ് തന്നിട്ടില്ലേ അവിടെ? എന്തൊക്കെ ഫ്ലവേഴ്സ് ഉണ്ട്? നിങ്ങളുടെ ഒക്കെ വീട്ടിലുണ്ടോ ഫ്ലവർ? ഇതുപോലുള്ള ഫ്ലവേഴ്സ് ഉണ്ടോ? ഉണ്ട്. അറിയാന്റെ അടുത്ത് ഗാർഡനും ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടോ? കൊറേ ഗാർഡനും കൊറേ ഡിഫറെന്റ് ടൈപ്പ് ഫ്ലവേഴ്സും ഉണ്ടോ? ഉണ്ട് അല്ലേ? എന്തൊക്കെ ഫ്ലവേഴ്സാ ഉള്ളത്? റിയാന്റെ വീട്ടിൽ എന്തൊക്കെയാ ഉള്ളത്? റോസ് ഉണ്ട്, സൺഫ്ലവർ ഉണ്ട്, പിന്നെ വർദ്ധന ഉണ്ട്, സൺഫ്ലവർ ഉണ്ട്, പിന്നെ ലില്ലുണ്ട്, പറയല്ലേ വെള്ളത്തിലാണ് സാധനങ്ങളെല്ലാം ഉണ്ട്. വെള്ളത്തിലുള്ള കുറെ ചെടികളുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ റിയാന്റെ അടുത്ത് കുറെ ഫ്ലവേഴ്സ് ഉണ്ട്. വേറെ ആരുടെ വീട്ടിലാ ഉള്ളത് കുറെ ഫ്ലവേഴ്സ്? ആരുടെയെങ്കിലും അടുത്തുണ്ടോ? വൈഗയുടെ അടുത്തുണ്ട് അല്ലേ? വൈഗയുടെ വീട്ടിൽ കുറെ ഫ്ലവേഴ്സ് ഉണ്ട് എന്നാ വൈഗ പറയുന്നത്. ഉണ്ടോ വൈഗ? ഉണ്ട് അല്ലേ? ഏതൊക്കെ ചെടികളാ ഉള്ളത്? എന്തൊക്കെ പൂക്കളാ ഉള്ളത്? റോസയുണ്ട്, ചെണ്ടുമല്ലിയുണ്ട്, ബോൾസുണ്ട്, ചുണിയുണ്ട്, പച്ചമുണ്ട്, ജമന്തിയുണ്ട്, ചെമ്പരത്തിയുണ്ട്, കൊറേ ഉണ്ട് അല്ലേ? വൈഗയുടെ വീട്ടിൽ കൊറേ ചെടിയും പൂക്കളും ഒക്കെ ഉണ്ട്. അൻവിതയുടെ വീട്ടിലുണ്ടോ? ഗാർഡൻ ഉണ്ടോ? കൊറേ പൂക്കളും പൂന്തോട്ടമൊക്കെ ഉണ്ടോ? റോസാപ്പൂണ്ട്, ചെമ്പരത്തി ഉണ്ട്, ജമന്തി ഉണ്ട്,
ചെണ്ടുമല്ലിയുണ്ട്. ചെടി ചെക്കി കൊറേ ഉണ്ടല്ലേ? അൻവിതയുടെ അടുത്തുണ്ട്. ഉണ്ട്. കൊറേ ചെടി ഉണ്ടല്ലേ? പൂക്കളും ഉണ്ട്. ദെൻ ഷാലിന്റെ അടുത്തുണ്ടോ? ഷാൽ ഉണ്ടോ? ഷാൽ എന്താണ് സ്റ്റക്ക് ആയിട്ടാണല്ലോ ഉള്ളത്? റേഞ്ച് ഇഷ്യൂ ആണോ ഷാലെ? ഷാലിന്റെ ക്ലാസ് കട്ടായി അല്ലേ? ദെൻ ആദീഷിന്റെ അടുത്തുണ്ടോ പൂക്കള്? ഉണ്ടോ? എന്തൊക്കെ ഫ്ലവേഴ്സാ ഉള്ളത്? റോസാപ്പൂവ്, ചെമ്പരത്തി, പൂമരം, കൊറേ ഉണ്ട് അല്ലേ? നമ്മുടെ ഒക്കെ വീട്ടിൽ എന്താണ് കൊറേ ഫ്ലവേഴ്സ് ഉണ്ട് അല്ലെ? കൊറേ ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പൊ ഈ ചെടികളൊക്കെ വെച്ചിട്ടാണ് എന്ത് ഗാർഡൻ ഒക്കെ മേക്ക് ചെയ്യുക അല്ലെ? ഗാർഡൻ. സോ കുറെ ഫ്ലവേഴ്സിനെയാണ് നമുക്ക് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ റോസ്, the first picture is rose, a rose flower, rose. Then sunflower. Next lily. Then third one pansy. Next dahlia, hibiscus, lotus, jasmine and marigold. Look at the pictures of the flowers. Okay, so rose, sunflower, lily, pansy, dahlia, hibiscus, lotus, jasmine, marigold. റോസ് ഫ്ലവർ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? റോസ് ഫ്ലവർ കണ്ടിട്ടുണ്ടോ? യെസ്, കണ്ടിട്ടുണ്ട്. അപ്പൊ റോസ് ഫ്ലവർ കണ്ടിട്ടുണ്ട് അല്ലേ? എന്തൊക്കെ കളേഴ്സാ ഉണ്ടാവുക? റോസ് ഫ്ലവറില് എന്തൊക്കെ കളേഴ്സിലുള്ള റോസ് ഫ്ലവേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ട്? ആദിശ്രീ, ഏതൊക്കെ കളേഴ്സാ ഉള്ളത്? റെഡ്, റോസ്, ഓറഞ്ച്, വൈറ്റ്. യെസ്, ഇനഫ്. കൊറേ കളേഴ്സ് ഉണ്ട് അല്ലെ? റോസ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്, റെഡ്, യെല്ലോ. കൊറേ നിറത്തിൽ എന്തുണ്ട്? റോസ് ഫ്ലവേഴ്സ് ഉണ്ട്. ഓക്കെ, കണ്ടിട്ടുണ്ടല്ലോ നിങ്ങള്? റോസ് ഫ്ലവറിന്റെ പ്ലാന്റ് എങ്ങനെയാണ്? ചെറിയ മുള്ളുകളൊക്കെ ഉണ്ടാവും അല്ലേ? അതിന് കുറെ മുള്ളുകളൊക്കെ ഉണ്ടാവും. നമുക്ക് നോക്കാം കുറെ റോസ് ഫ്ലവേഴ്സിന്റെ പിക്ചേഴ്സ്. കണ്ടോ? ഇതൊക്കെ എന്താണ്? റോസ് ഫ്ലവേഴ്സ് ആണ് അല്ലേ? കുറെ റോസ് ഫ്ലവേഴ്സ് ഉണ്ട് ഇവിടെ. ഏതൊക്കെ കളർ ഉണ്ട്? യെല്ലോ ഉണ്ട് അല്ലേ? ഡിഫറെന്റ് കളേഴ്സിൽ എന്തുണ്ട്? റോസ് ഫ്ലവർ ഉണ്ട്. കണ്ടോ? റോസ്. ഇതൊക്കെ എന്താണ്? റോസ് ആണ് അല്ലേ? റോസ് ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ? റോസ് ഫ്ലവർ കാണാൻ നല്ല ഭംഗിയല്ലേ? It is rose flower. Okay, red in color. Different colors are there. Red, yellow, pink, white. കുറേ കളേഴ്സില് റോസ് ഫ്ലവർ ഉണ്ടാകാറുണ്ട് അല്ലേ? Then നെക്സ്റ്റ് സൺഫ്ലവർ ആണ് അല്ലേ? സൺഫ്ലവർ. സൺഫ്ലവർ കണ്ടോ? ദിസ് ഇസ് കോൾഡ് സൺഫ്ലവർ. ഇതാണ് സൺഫ്ലവർ അല്ലേ? നല്ല ഭംഗിയില്ലേ കാണാൻ? യെല്ലോ ആൻഡ് ബ്രൗൺ കളർ. യെല്ലോ കളറിലാണ് അതുണ്ടാവുക. അതിന്റെ സെന്ററിലായിട്ട് എന്താണ്? ചെറിയ ഒരു ലൈറ്റ് ബ്രൗൺ കളറില് കുറച്ച് ബ്രൗൺ കളേഴ്സും ഉണ്ട് അല്ലേ? നല്ല ഭംഗിയാണ് കാണാൻ. സൺഫ്ലവർ. ഇറ്റ് ഈസ് സൺഫ്ലവർ. കണ്ടിട്ടുണ്ടോ ഇത്? ആരുടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞ റിയാന്റെ അടുത്തുണ്ടോ? റിയാൻ, നിങ്ങൾ ഇത് കണ്ടിട്ടില്ലേ? ഉണ്ടോ റിയാൻ? ഇതുണ്ടോ? റിയാന്റെ അടുത്ത് സൺഫ്ലവർ ഉണ്ടോ റിയാൻ?
എന്റെ വീട്ടിലുണ്ട്. ഇതിനൊന്ന് കേൾക്കുന്നില്ലല്ലോ ഞാൻ പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് സൺഫ്ലവർ. സൺഫ്ലവർ. Okay, sunflower. The next one, lily. Lily flower. Lily. എന്താണ് എന്ത്? ലില്ലി ഫ്ലവർ അല്ലേ? ലില്ലി. വൈറ്റ്, ഡിഫറെന്റ് കളേഴ്സ് are there. വൈറ്റ്, യെല്ലോ, then ബ്ലൂ. കുറേ കളേഴ്സിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. വൈറ്റിൽ മാത്രമൊന്നുമല്ല, പിങ്ക് കളർ ഉണ്ടാവാറുണ്ട്, യെല്ലോ കളർ ഉണ്ടാകാറുണ്ട്. ഡിഫറെന്റ് കളേഴ്സിൽ ഈ ലില്ലി ഫ്ലവർ ഉണ്ടാകാറുണ്ട്. ലില്ലി. Okay, lily. Then next one, pansy. Pansy. Pansy flower. ഏകദേശം കാണാൻ എന്താണ് ലില്ലി ഫ്ലവറിനെ പോലെ ഡിഫറെന്റ് കളേഴ്സിൽ ഇത് ഉണ്ടാകാറുണ്ട് അല്ലെ? ഡിഫറെന്റ് കളേഴ്സിൽ ഈ ഫ്ലവർ ഉണ്ടാകാറുണ്ട്. ഫാൻസി എന്നാണ് ഇതിന്റെ പേര് അല്ലേ? ഫാൻസി ഫ്ലവർ. അവിടെ ഉണ്ടോ? റിയാന്റെ അടുത്തുണ്ടോ? റിയാൻ അൺമ്യൂട്ട് ചെയ്തേ. ഏതാണ്? ലില്ലിയാണോ അത്? ലില്ലി ഫ്ലവർ ആണല്ലേ? റിയാന്റെ അടുത്ത് യെല്ലോ കളറിലുള്ള ലില്ലി ഫ്ലവർ ഉണ്ട്. കണ്ടോ? റിയാൻ കയ്യിൽ പിടിച്ചിട്ട് നമ്മളെയൊക്കെ കാണിക്കുന്നുണ്ട്. ലില്ലി. നെക്സ്റ്റ് നമ്മൾ പാൻസി ആണ് കണ്ടത്. ദിസ് ഇസ് പാൻസി. പാൻസി ഫ്ലവർ ഓൾസോ അവൈലബിൾ ഇൻ ഡിഫറെന്റ് കളേഴ്സ്. ഓക്കെ, കുറേ നിറത്തിലുണ്ട് അല്ലേ? നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടി അല്ലേ? ലില്ലി, സോറി പാൻസി. Then നെക്സ്റ്റ് ഏതാണ്? ഡാലിയ. ഡാലിയ ഫ്ലവർ. ഓക്കെ, ഡാലിയ. കണ്ടോ? നല്ല ഭംഗിയുണ്ട് അല്ലേ? ഇതും എന്താണ് ഒരുപാട് കളേഴ്സിൽ ഉണ്ടാവാറുണ്ട്. ഒരു കളറൊന്നും അല്ല, കുറെ കളേഴ്സിൽ ഡാലിയ ഫ്ലവറും ഉണ്ട്. What is this? It is hibiscus. Hibiscus. നമുക്കറിയാം അല്ലേ? നമ്മുടെ ഒക്കെ വീട്ടില് മിക്കവാറും ഇത് ഉണ്ടാകാറുണ്ട്. ഇതെന്താണ്? ചെമ്പരത്തിയാണ് അല്ലേ? ഇതും എന്താണ് കുറെ നിറത്തിൽ ഉണ്ടാകാറുണ്ട്. വൈറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്, പിങ്ക്, ഓറഞ്ച്, റെഡ്, കുറെ കളറില് ഹിബിസ്കസും ഉണ്ടാകാറുണ്ട്. ഹിബിസ്കസ് റിയാന്റെ അടുത്തുണ്ട് അല്ലേ? ഹിബിസ്കസ്. ഓക്കെ, ഓക്കെ, റിയാന്റെ അടുത്തുണ്ട്. വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. റിയാന്റെ അടുത്ത് കുറെ ഫ്ലവേഴ്സ് ഉണ്ട്, ലില്ലി ഉണ്ട്, ഹിബിസ്കസ് ഉണ്ട്, ഒക്കെ ഉണ്ട് അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് then lotus. Lotus ഇത് എവിടെയാ ഉണ്ടാവുക? ഞാൻ പറഞ്ഞ മാതിരി എന്താണ്, വെള്ളത്തിലാണ് ഉണ്ടാവുക അല്ലെ? വെള്ളത്തിലാണ് ലോട്ടസ് ഉണ്ടാവുക. ലോട്ടസ് വെള്ളത്തിലാണ് വളരുക സാധാരണയായിട്ട്.
വെള്ളത്തിലാണ് അത് ഉണ്ടാവുക അല്ലെ? കാണുന്നില്ലേ പിക്ചേഴ്സ് ഒക്കെ? അതെന്താണ്? വെള്ളത്തിലാണ് ഉള്ളത് അല്ലെ? വെള്ളത്തിലാണ് അത് വളർന്നു വരുന്നത്. വെയിറ്റ്. ഓക്കെ, ലോട്ടസ് കണ്ടില്ലേ നിങ്ങള്? ഒരു പിങ്കും വൈറ്റും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കളറാണല്ലേ? കണ്ടോ? ലോട്ടസ്. Then next ജാസ്മിൻ. ജാസ്മിൻ. ജാസ്മിൻ എന്താണ്? മുല്ലപ്പൂവാണല്ലേ? നല്ല മണമൊക്കെയാണ് ജാസ്മിന്, നല്ല സ്മെല്ലാണ്. പിന്നെ ഇതെന്താണ്? ഓൺലി ഇൻ വൈറ്റ് കളർ, വെള്ള നിറത്തിൽ മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ അല്ലെ? ജാസ്മിൻ ഫ്ലവർ. നല്ല ഭംഗിയില്ലേ കാണാൻ? നല്ല ഭംഗിയാണ്, നല്ല സ്മെല്ലും ആണ് അല്ലെ ജാസ്മിൻ. മാരിഗോൾഡ്. ഇതും ഡിഫറെന്റ് കളേഴ്സിൽ ഉണ്ടാകാറുണ്ട്, കുറെ നിറത്തിലൊക്കെ ഉണ്ടാകാറുണ്ട്. ഓറഞ്ച് ഉണ്ടാകും, യെല്ലോ ഉണ്ടാകും അല്ലേ? മാരിഗോൾഡ് കണ്ടല്ലോ. കുറെ ഫ്ലവേഴ്സിന്റെ പിക്ചേഴ്സ് നമ്മൾ കണ്ടു. ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ പിക്ചേഴ്സ് തന്നെയാണ്. റോസ്, സൺഫ്ലവർ, ലില്ലി, ഫാൻസി, ഡാലിയ, ഹിബിസ്കസ്, ലോട്ടസ്, ജാസ്മിൻ, മാരിഗോൾഡ്. ഓക്കെ, മുഹമ്മദ് ഷാസിൽ ഏതൊക്കെ ഫ്ലവേഴ്സിന്റെ പേരാ നമ്മളിപ്പോ പഠിച്ചേ? ഫ്ലവേഴ്സിന്റെ പേരും നോക്കണം നിങ്ങള്, അതുകൂടാതെ അതിന്റെ പിക്ചേഴ്സ് കൂടെ പഠിക്കണം. എക്സാമിന് പിക്ചർ തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ എന്ത് ചെയ്യണം? ഒരു പിക്ചർ കണ്ടാൽ അത് ഏത് പിക്ചർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണ്ടേ? അപ്പൊ എന്ത് ചെയ്യണം? പിക്ചേഴ്സ് നന്നായിട്ട് നോക്കുക, അതിന്റെ പേരും പഠിക്കണം കേട്ടോ. മുഹമ്മദ് ഷാസിൽ വായിച്ചു മോനെ. കേൾക്കുന്നില്ലല്ലോ ഷാസിലെ. മിസ്സിന്റെ പ്രോബ്ലം ആണോ അല്ല ഷാസിലിന്റെ ഇഷ്യൂ ആണോ? ഒരു സെക്കൻഡ്. ഫാത്തിമ മെഹറിൻ അൺമ്യൂട്ട് ചെയ്ത് മോളെ. വൻസികി ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ, ഇതിന് കേൾക്കാത്താണല്ലോ. ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. അൻവിത മിസ്സേ ഫോട്ടോ എടുത്തോ? മിസ്സേ ഫോട്ടോ എടുത്തിനോ മിസ്സേ? റോസ് റോസ് വായിച്ചു മോളെ. റോസ്, സൺഫ്ലവർ, ലില്ലി, ഡാലിയ, ഫാൻസി,
ഡാലിയ, റോസ്, hibiscus, lotus, jasmine, marigold. മിസ്സേ ഓക്കെ മോളെ അൻവിത. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള ഫ്ലവേഴ്സിന്റെ പേരാണ് റോസ്, സൺഫ്ലവർ, ലില്ലി, ഫാൻസി, ഡാലിയ, ഹിബിസ്കസ്, ലോട്ടസ്, ജാസ്മിൻ, മാരിഗോൾഡ്. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഫ്ലവേഴ്സ് ആണ്, ഡിഫറെന്റ് ഫ്ലവേഴ്സ് ആണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴേക്കും എന്ത് ചെയ്യാ? നന്നായിട്ട് വായിച്ചു നോക്കണം കേട്ടോ. ഇൻസെക്റ്റിന്റെ പേരുകളൊക്കെ വായിച്ചു നോക്കിയിരുന്നോ? എന്താ മോനെ ആദിഷേ? ഞാൻ വായിക്കാം. ഓക്കെ, വായിച്ചോ. റോസ്, സൺഫ്ലവർ, ലില്ലി, ഫാൻസി, ഡാലിയ, ഹിബിസ്കസ്, ലോട്ടസ്, ജാസ്മിൻ, മാരിഗോൾഡ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് എല്ലാവരെ കൊണ്ട് വായിപ്പിക്കും കേട്ടോ. എല്ലാരും നന്നായി വായിച്ച് പഠിച്ചിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിൽ വരാൻ കേട്ടോ. മിസ് ഇപ്പൊ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴേക്കും നന്നായി വായിച്ചു നോക്കിയിട്ട് വരാം. ഓക്കെ.